സൂര്യനസ്തമിക്കുന്നതിന് മുമ്പ് എത്താമെന്ന് പറഞ്ഞവരുടെ നിഴൽ പോലും കാണുന്നില്ലല്ലോ. വാക്കിന് വിലയില്ലാത്ത കരിമ്പാറൻ ചെക്കേമിന്റെ വാക്ക് ഒട്ടകത്തിന്റെ നാക്ക്. വാത്തുറന്നാൽ നന്ദിയേട് മാത്രമേ പുറത്തു വരൂ. അവന്റെ മടിശീലേക്ക് കനമുള്ളത് കൊണ്ടല്ലേ നീയും ഞാനും ഒക്കെ ഇങ്ങനെ തിന്നും കുടിച്ചും മതിച്ചും രസിക്കുന്നത്. അന്നദാനം മഹാദാനം. അന്നം തരുന്നവൻ ആരോ അവനാണ് ദൈവം. ശെക്കേം അവനാണ് നമ്മുടെ ദൈവം. അവന്റെ മടിശീലയിൽ ധനാറകൾ കിലുങ്ങുമ്പോൾ അവനാണ് നമ്മുടെ ദൈവം. എന്നിട്ടിപ്പോൾ ആ ദൈവം എവിടെ? ശൈത്താൻ ചേരിയിലെ ഏതെങ്കിലും മദ്യശാലയിൽ ആടിത്തിമർക്കുകയായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാര്യം വരണ്ടുണങ്ങിയ മരുഭൂമി പോലെയാണ്. ശെക്കേം നീയൊന്ന് വരൂ. അതെ, അത് ശെക്കേം തന്നെ. കുതിരയുടെ പൊൾപ്പൊടി വെച്ച് ശ്രമിച്ചാൽ അറിയാം, അത് ശെക്കേം തന്നെ. നിലം തൊടാതെ പറക്കുകയാണവൻ. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന തെമ്മാടികളുടെയും ഗുരുത്തന്മാരുടെയും രാജാവ്. സ്വാഗതം സ്വാഗതം, ഇരുട്ടിന്റെ ആത്മാക്കളുടെ രാജാവിന് സ്വാഗതം. എനിക്ക് ചേർന്ന വിശേഷണം തന്നെ. ഞാൻ ഇരുട്ടിന്റെ ലോകത്തെ രാജാവെങ്കിൽ നിന്നെ ഞാൻ വിദൂഷകനാക്കാം. എനിക്ക് ഖജനാവ് സൂക്ഷിപ്പുകാരനാവുന്നതാണ് ഇഷ്ടം. ശെക്കേം, കാത്തു നിൽക്കുന്നവരുടെ ക്ഷമയെ ചൂഷണം ചെയ്യുന്നത് നന്നല്ല. ശരിയാണ്, ഞാൻ അല്പം വൈകി. ചൂതാട്ടുപുരയിൽ പകിടേറിയുമ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. എന്നിട്ട് എവിടെ? ചൂതാടി കിട്ടിയ പണക്കിഴികളൊന്നും കൂടെ കാണുന്നില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നും പോയി കിട്ടി 5000 ദിനാറുകൾ. ഈ തിരുവാണിയല്ലേ കൂടെയുള്ളത്. ഇവൻ പറഞ്ഞു, ഞാൻ എറിഞ്ഞു. ആളിൽ കുറിയവൻ അപകടകാരി, ഊരുള്ളവനോ ഉഷാദ്രബുദ്ധി. ആട്ടെ, ഇന്നത്തെ കാര്യം എങ്ങനെയാണ് സംവിധാനം ചെയ്യുക? എന്തിനും ഏതിനും ഈ ശെക്കേമിന് വ്യക്തമായ പദ്ധതികളുണ്ട്. അങ്ങ് കിഴക്ക് നഗരാതിർത്തിക്കപ്പുറത്തുള്ള ആ കൊച്ചു ഗ്രാമത്തിൽ ഇന്നൊരു അത്യപൂർവമായ പന്തയമുണ്ട്. നിലമെടുത്തു മറിക്കുന്ന കാളക്കുറ്റന്മാരും പകലന്തിയോളം പാടത്ത് പണിയെടുക്കുന്ന പരിഷ്ടകായന്മാരായി യുവാക്കളും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം. അവിടെ ഏറ്റവും ബലവാനായ യുവാവിന് മേൽ വാതുവെക്കും. കാളക്കുറ്റന്മാർ അവരെ കുത്തിമലർത്തിയാൽ എങ്കിൽ പണക്കിഴികൾ ഒന്നൊന്നായി കാലിയാണ്. പണം ശെക്കേമിന് ഒരു പ്രശ്നമല്ല. വാതുവയ്ക്കാനും അങ്കനമാരുമൊത്ത് നൃത്തം ചെയ്ത് രസിക്കാനും ഇത് മതിയാകും. അർക്കം അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്ക് ഗ്രാമത്തിലെത്തണം. അവിടെ നമ്മെ കാത്ത് സുരഭി കുസുമങ്ങളായ നിശാശലഭങ്ങൾ ഉണ്ടാകും. പനിനീര് വിശരിയുമായി അവർ നമ്മെ പരിചരിക്കും. ഈ പണക്കിഴി മതിയായില്ലെങ്കിൽ എന്റെ പിതാവിന്റെ മറ്റൊരു മുന്തിരിത്തോപ്പ് കൂടി ഞാൻ വിൽക്കും. അതിനു മുമ്പ് മുന്തിയ പഴങ്ങൾ മാറ്റിയെടുത്ത ഈ വീഞ്ഞിന്റെ ലഹരിയിൽ ആസ്വദിക്കാം. എങ്കിൽ പിന്നെ വേഗം അങ്ങോട്ട് ഒഴിക്കണം. വേഗം ഒഴിക്കണം, വേഗം ഒഴിക്കണം. എത്ര പാനപാത്രം! എന്തേ നീ ഇത്രയേറെ വൈകിയത്? ധാന്യപ്പുരകളിലെ അളവും പണിക്കാർക്കുള്ള വീതം വെപ്പും കഴിയുമ്പോൾ ആടുകളെ വേർതിരിച്ച് തൊഴുത്തുകളിലേക്ക് നയിക്കുന്നതിന്റെ തിരക്ക്. അതിനൊക്കെ ധാരാളം പണിക്കാരെ ഞാൻ നിയമിച്ചിട്ടുണ്ടല്ലോ. എന്റെ സീമന്തപുത്രനായ നീ ഭക്ഷണവും വിശ്രമവും കൊണ്ട് സദാ നേരവും അധ്വാനിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പണിക്കാർ ഏറെ ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? അലസൻ എല്ലായിടത്തും എന്റെ കണ്ണെത്തിയില്ലെങ്കിൽ പണി ലേവലേശം പോലും മുന്നോട്ട് നീങ്ങുകയില്ലെന്നുള്ളതാണ് അവസ്ഥ. നിന്റെ സഹോദരൻ ശെക്കേം എവിടെ? അവനെ ഞാൻ കണ്ടിട്ട് ദിനമേറെയായി. ശെക്കേം അവിടുത്തെ പ്രിയപുത്രൻ അബദ്ധസഞ്ചാരികളുടെയും വാതുവെപ്പുകാരുടെയും പ്രിയ സുഹൃത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പകലന്തിയോളം മദ്യശാലകളിലും ചൂതാട്ടപ്പുരകളിലും കയറിയിറങ്ങി നടക്കുകയാണ്. കൂടെ അവനെ വഴിതെറ്റിക്കുന്ന ദുർനടപ്പുകാരായ കുറെ ഈയാമാറ്റം. നിർത്തൂ, ഇതൊന്നും കേൾക്കാനുള്ള കരുത്ത് എനിക്കില്ല. ബാലനായെനിക്ക് എത്ര മിടുക്കനായിരുന്നു അവൻ. ഗുരുക്കന്മാർ പോലും അവനെ സകലകലാ വല്ലഭൻ എന്ന് വാഴ്ത്തി പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോൾ
മിടുക്ക് അതിമിടുക്കായപ്പോൾ വഴികളെല്ലാം തെറ്റി. അമിതമായ വാത്സല്യം നൽകി അങ്ങ് അവനെ ചീത്തയാക്കി. നിന്റെ വാക്കുകൾ എന്നെ മുറിപ്പെടുത്തുന്നു. നിന്നെയും അവനെയും ഞാൻ ഒരുപോലെ കണ്ടിട്ടുള്ളൂ. എന്റെ വാക്കുകൾ അങ്ങയെ മുറിപ്പെടുത്തിയെങ്കിൽ ക്ഷമിക്കുക. അവന്റെ ചെയ്തികൾ അത്തരത്തിലുള്ളതാണ്. അങ്ങയുടെ മുന്തിരിത്തോപ്പുകളിൽ ഏറ്റവും ഫലഭൂഷ്ടമായ ഒന്ന് ഇന്നവൻ വിറ്റു. എന്റെ അനുവാദമില്ലാതെ മുന്തിരിത്തോപ്പ് വിൽക്കുകയും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ അവൻ ഒന്നൊന്നായി എല്ലാം വിൽക്കും. അതെ, ഞാൻ പലതും വിൽക്കും. പണത്തിന് ആവശ്യം വരുമ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ വിൽക്കും. വിൽക്കുവാൻ നിനക്ക് ആരാണ് അവകാശം തന്നത്? നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തരുന്നുണ്ടല്ലോ. ഭക്ഷണവും വസ്ത്രവും കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ ഞാനൊരു കുട്ടിയല്ല. വിശാലമായ സ്വാതന്ത്ര്യം നിലർന്നു ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ചെലവുകൾ ഏറെയുണ്ട്. ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളായി മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് നിന്റെ ആവശ്യം? മദ്യപിച്ച് മതോന്മത്തനായി ചൂതാട്ടപ്പെടുന്നത് കയറി ഇറങ്ങുന്നതാണോ നിന്റെ ആവശ്യം? പന്തയക്കളരി വാതുവെട്ടനായി പണം വാരിയെറിയുന്നതാണോ നിന്റെ അത്യാവശ്യം? എന്റെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്റെ പിതാവും അവൻ നിന്റെ സഹോദരനുമാണെങ്കിൽ നിന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യും. നീ നേർവഴിക്ക് നടന്നു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതൊരു ഭവനമല്ല, ഭാരതത്തിന്റെ കാരാഗൃഹമാണ്. പിതാവും സഹോദരന്മാരും ഇവിടത്തെ പാറാവുകാരും. ഇവിടെ താമസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ഭാഗം നിന്ന് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കൂ. നീ എന്നോട് ഭാഗം ചോദിക്കുകയോ? പിതാവേ, നീ എന്നെ പരീക്ഷിക്കുകയാണ്. പിതാവിനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്കെന്റെ ഭാഗം തന്നേക്കൂ. അങ്ങയുടെ കാലം കഴിയുന്നവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല. എന്താ നീ പറഞ്ഞത്? ഭാഗം ചോദിക്കുകയോ? ഇത്ര ക്രൂരമായി സംസാരിക്കുവാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു മകനെ? അമ്മ കരഞ്ഞു കളിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊന്നും കണ്ടാൽ എന്റെ മനസ്സറിയില്ല. എനിക്കെന്റെ ഭാഗം വേണം. ശരി, നിന്റെ വാക്കുകൾ അതിരുകൾ ലംഘിക്കും. ഭാഗം ചോദിക്കുവാൻ നീ സമ്പാദിച്ചതായി ഇവിടെ ഒന്നുമില്ല. എല്ലാം പിതാവിന്റെ സ്വത്തല്ല. ഈ മനുഷ്യന്റെ പിതാവാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തിന് അവകാശം എനിക്കുമുണ്ട്. എന്റെ സ്വത്ത് കൂടി കൈയടക്കി അനുഭവിക്കാമെന്നുള്ള ആഗ്രഹം താങ്കൾക്കുണ്ടെങ്കിൽ അത് നടക്കില്ല. ശരി, എന്തൊക്കെയാണ് നീ പറയുന്നത്? ഞാൻ ജീവിച്ചിരിക്കവേ എന്റെ മക്കൾ സ്വത്തിന് വേണ്ടി അടിപിടി കൂടുന്നത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് വൃദ്ധനില്ല. എന്നെ വിട്ടുപോകാനുള്ള ആഗ്രഹമാണ് എന്റെ മകനുള്ളതെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. തിന്നു മുടിക്കാൻ മാത്രം അറിയാവുന്ന അടിമ പരിശകൾ, അലസന്മാർ, ഇവനെയൊക്കെ കാളയുടെ മുഖം പൂട്ടി നിലമുഴുതിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ വാരത്തിൽ പന്നിലായത്തിലെ പണിക്കാരനെ വന്നവനല്ലേ ഇത്? എന്താണ് ഇവന്റെ കുറ്റം? ഇവൻ പന്നികൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന തവിടും പതിരും ആർത്തിയുടെ തിന്നുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. വൃത്തിഹീനമായ ജന്തുക്കളേക്കാൾ കഷ്ടമാണല്ലോ ഇവൻ. ഇവനൊക്കെ മനുഷ്യനാണോ? പന്നിക്കൂട്ടിൽ ജനിക്കേണ്ടവനാണ് നീ. ഞാനെന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളേറെയായി. ഒരു നേരത്തെ ആഹാരത്തിനായി ഞാൻ ഒത്തിരി കേണു. ആരും എനിക്ക് ഒന്നും തന്നില്ല. ഒടുവിൽ വിശന്ന് മരിക്കുമെന്ന് ആയപ്പോൾ ഞാൻ വൃത്തികെട്ട കീടം. നിന്നെ പോലുള്ള പുഴുക്കൾക്കിവിടെ ഭക്ഷണവുമില്ല, പണിയുമില്ല. ഞാൻ ചെയ്തു കൂട്ടിയ കൊടിയ പാപത്തിന്റെ ശിക്ഷയാണ് എനിക്ക് ലഭിച്ച മർദ്ദനവും ദാരുണമായ എന്റെ അവസ്ഥയെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ പിതാവിനെ അധിക്ഷേപിച്ച് ഭാഗം വാങ്ങി ദൂർത്തടിച്ചു വരണം. അതിനുള്ള ശിക്ഷയാണ് ഞാൻ എന്നെ അനുഭവിക്കുന്നത്. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് ഞാൻ മാപ്പിരക്കും. സ്നേഹസമ്പന്നനായ എന്റെ പിതാവ് എന്നോട് പൊറുക്കും. അഹങ്കാരി, പിതാവിനോട് കലഹിച്ച് ഭാഗം വാങ്ങി ദൂർത്തടിച്ച നിന്നെ അയാൾ ചവിട്ടി പുറത്താക്കും. തെരുവിൽ കിടന്ന് പട്ടിണി കൊണ്ട് നീ മരിക്കും.
കാണണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നു. എത്ര പറഞ്ഞിട്ടും അവൻ പോകാൻ കൂട്ടാക്കുന്നില്ല. കൂടെ അങ്ങയുടെ മകനാണെന്നും അയാൾ പറയുന്നുണ്ട്. അവനെ ഞങ്ങൾ എന്ത് ചെയ്യണം പ്രഭു? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ പിരിഞ്ഞു പോയ ഞങ്ങളുടെ മകന്റെ ജന്മദിനമാണ്. ഇന്നേ ദിവസം ആരെയും നിരാശരാക്കി മടക്കി അയക്കരുത്. നിങ്ങൾ പോയി അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വയറു നിറയെ ഭക്ഷണവും ആവശ്യമുള്ള സമ്മാനങ്ങളും നൽകി മടക്കി അയക്കുക. അവനൊരു മനുഷ്യനല്ലേ. മകനെ ശെഖേം, പിതാവേ, ഇവൻ യാചകനല്ല, എന്റെ പ്രിയപുത്രൻ ശെഖേമാണിവൻ. എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതിയ എന്റെ മകനാണിവൻ. പിതാവേ, എന്റെ മകനെ അവിടുന്ന് എനിക്ക് തിരിച്ചു നൽകി. അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് ഞാൻ ഇനി യോഗ്യനല്ല. ഭാഗം വാങ്ങി പിരിഞ്ഞു പോയവനാണ് ഞാൻ. അവിടുന്ന് എന്നെ ആട്ടി പുറത്താക്കിക്കൊള്ളൂ. ഈ ഭവനത്തിലെ ഒരു വൃത്തിയായിരിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. സ്വത്ത് വാങ്ങി പിരിഞ്ഞെങ്കിലും നീ എന്റെ മകനല്ലാതാവുകയില്ല. നിന്നെ പിരിഞ്ഞിരുന്ന ഓരോ ദിവസവും എനിക്ക് മരണ തുല്യമായിരുന്നു. ഇനി എനിക്ക് സന്തോഷത്തോടെ മരിക്കാം. വാദ്യമേളവും പെരുമ്പറയും മുടങ്ങട്ടെ. ലായത്തിലെ ഏറ്റവും വലിയ കാളക്കുട്ടിയെ കൊന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കുക. ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസമാണ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നീ അറിഞ്ഞില്ലേ, നിന്റെ സഹോദരൻ തിരികെ എത്തി. അവന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് നമ്മൾ. കൊള്ളാം. ഭാഗം വാങ്ങിപ്പോയി ദൂർത്തടിച്ച് മടങ്ങി വന്നവൻ രാജകീയമായ സ്വീകരണം. അവന്റെ വരവ് ആകർഷിക്കുവാൻ ഭവനവും പരിസരവും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. കാളക്കുട്ടിയെ കൊന്ന് വിഭവസമൃദ്ധമായ ഭോജനമൊരുക്കും. ദരിദ്രർക്ക് സമ്മാനങ്ങൾ. ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായി അങ്ങയോടൊപ്പം ഉണ്ടായി. അങ്ങേക്ക് വേണ്ടി പകലന്തിയോളം ഞാൻ പണിയെടുത്തു. എനിക്ക് വേണ്ടി അങ്ങ് ഇതുവരെ ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല. മകനെ, നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. പക്ഷേ നിന്റെ സഹോദരൻ മൃതനായിരുന്നു. ഇന്നിതാ ദൈവം അവനെ നമുക്ക് തിരികെ നൽകിയിരിക്കുന്നു. ഇവനും എന്റെ പുത്രനാണ്. പിതാവിനൊരിക്കലും സ്വന്തം രക്തത്തിൽ പിറന്ന പുത്രനെ നിരാകരിക്കുവാൻ കഴിയുകയില്ല. സ്നേഹത്തിന് ബന്ധനങ്ങളില്ല. അത് നിർവഹിക്കണം ഒഴുകിക്കൊണ്ടേയിരിക്കും. പിതാവിന് മകനോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പിതാവായ ദൈവം എന്നോട് എങ്ങനെ ക്ഷമിക്കും? പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, ജീവന്റെ ഓരോ തുടിപ്പിലും അവിടുത്തെ നാമം പ്രഘോഷിക്കപ്പെടട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ.